യിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നതിന് പിന്നാലെ ആന്റണി രാജു ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ്. എന്നാൽ ഈ തുറന്നു പറച്ചിലുകൾ പിണറായിക്കോ അദ്ദേഹത്തിന്റെ സർക്കാരിനോ അത്ര സുഖകരമായ ഒന്നല്ല. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന നിലയിലുള്ള പിണറായി വിജയന് താങ്ങാനാവില്ല ഈ തുറന്നു പറച്ചിൽ. നവകേരള സദസ്സിന് പിന്നാലെ കണക്കുകൾ ഇങ്ങനെ വെള്ളയിൽ കറുത്ത മഷി കൊണ്ട് വരച്ചതുപോലെ തെളിഞ്ഞു കാണുകയാണ് ജനം. അതുകൊണ്ടുകൂടി ഓണം പൊടിപൊടിക്കാൻ 28 ലക്ഷം എന്നുള്ളൊരു ചെലവ് കണക്ക്. ക്രിസ്തുമസിന് ബഹളങ്ങൾക്കൊക്കെ ഇടയിൽ ആഘോഷിക്കാൻ ഗവർണർക്ക് ഒരു 7 ലക്ഷം. കണക്കുകൾ ഇങ്ങനെ നീങ്ങുകയാണ്. എണ്ണിപ്പറയാൻ പോയാൽ തീരില്ല. അതായത് ലളിതവൽക്കരിക്കപ്പെടേണ്ട പ്രത്യയശാസ്ത്രം പേറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഘോഷ ചെലവുകളാണ് കേട്ടോ ഇതൊക്കെ. കട്ടൻ ചായയും പരിപ്പ് വടയും ഒക്കെ കഴിച്ചു വന്നവരാണിപ്പോൾ അതെന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ തിന്നും കുടിച്ചും മുടിച്ചും മുന്നേറുന്നത്. അത് നവകേരളയിലെ പ്രഭാത ഭക്ഷണം മുതൽ നമ്മൾ കണ്ടതുമാണ്. അവിടെയാണ് മന്ത്രി ആന്റണി രാജുവിന്റെ തുറന്നു പറച്ചിൽ വിവാദങ്ങളിലേക്ക് മുന്നേറുന്നത്. വളരെ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് താൻ മന്ത്രിയായിരുന്ന സമയത്തെ നേട്ടങ്ങളെ വണ്ണം കൂട്ടി എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ ആ സത്യം കൂടി അദ്ദേഹം പറയുകയാണ്. അതായത് KSRTCയെ ഒരിക്കലും ലാഭത്തിലാക്കാനാവില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് ഈ വകുപ്പിലേക്ക് ഇനി മന്ത്രി കുപ്പായം ഇട്ടിരിക്കാൻ പോകുന്ന KB ഗണേഷ് കുമാറിനുള്ള ഒരു വെല്ലുവിളിയോ മുന്നറിയിപ്പോ ഒക്കെയാണ്. ഗതാഗത മന്ത്രിയായി ഇരുന്നു എന്ന് കരുതി KSRTCയെ ലാഭത്തിലാക്കാനാവില്ല എന്നും സമരങ്ങൾക്കൊക്കെ തലകുനിച്ച് സമ്മതിച്ചാൽ KSRTC അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് മുൻ മന്ത്രിയുടെ കണ്ടെത്തൽ. ഈ സമരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശമ്പള കുടിശ്ശിക കൊടുത്ത് തീർപ്പാക്കലാണ് എങ്കിൽ പണിയെടുത്ത പൈസയ്ക്ക് വേണ്ടി സമരം ചെയ്യിക്കുന്നതേ ഒരു തെറ്റ്. ഇനി സമരം ചെയ്താലും തിരിഞ്ഞു നോക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചില്ല വരികൾക്കിടയിലൂടെ വായിച്ചാൽ അത് മനസ്സിലാവുകയും ചെയ്യും. അല്ലെങ്കിലും സമരത്തെ പോലീസ് ഗുണ്ടകളെ കൊണ്ട് അടിച്ചൊതുക്കുക എന്നതല്ലാതെ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത പണ്ടേ പിണറായിക്കും കൂട്ടർക്കുമില്ല. അതുകൊണ്ടുകൂടിയാണ് മുഖ്യമന്ത്രി പദവിക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട അഭ്യന്തരം കൂടി അദ്ദേഹം എടുത്തുകൊണ്ട് നടക്കുന്നത്. ഇനി മന്ത്രി ആന്റണി രാജുവിന്റെ നേട്ടങ്ങളിൽ ഒന്ന് AI ക്യാമറകൾ സ്ഥാപിച്ച് അപകടങ്ങളും അതുവഴി ഉണ്ടാകുന്ന മരണനിരക്കുകളും കുറക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. AI ക്യാമറ കഥകളൊക്കെ ഏറെ കേട്ടവരാണ് നമ്മൾ. അതിൽ കട്ട കഥകളാണ് എന്ന് മാത്രം. എന്തായാലും 2.5 വർഷത്തോളം ആ പദവിയിലിരുന്ന് മന്ത്രിക്കുപ്പായം അഴിച്ചുവെക്കേണ്ടി വന്നപ്പോൾ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞത് KSRTC ഒരിക്കലും ലാഭത്തിലേക്ക് ആക്കാനാവില്ല എന്നുള്ളതാണ്. വേണേൽ അടച്ചുപൂട്ടാമെന്നും. ആന്റണി അഴിച്ചുവെച്ച കുപ്പായം ഇടാൻ പോകുന്ന ഗണേഷിനുള്ള ഒരു വെല്ലുവിളി കൂടിയാണിത്. വേണമെങ്കിൽ അത് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ഇപ്പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ ഗണേഷിനും പറയാം KSRTCയെ ലാഭത്തിലാക്കാനായില്ല എന്ന്.